ഇന്നത്തെ നമ്മുടെ മേക്കിംഗ് വീഡിയോ ഈ ഒരു കമ്മലാണ്. അപ്പോൾ ഇന്നത്തെ പോലെ വലിയ ഉഷാറൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നല്ല ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അത് കാരണം വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്നത് കറക്റ്റ് ടൈമിലൊന്നും അല്ല. അപ്പോൾ അതെല്ലാം വഴിയേ പറയാം. അപ്പോൾ എന്ത് വീഡിയോ ഇടുന്ന ആലോചിച്ചിരിക്കുമ്പോഴാട്ടോ ഈ ഒരു കമ്മലിന് ഒരു ഓർഡർ വന്നത്. കുറച്ച് ദിവസമായി ഒരു കുട്ടീനോട് പറഞ്ഞിട്ട്, പക്ഷേ വയ്യാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് തന്നെ എടുക്കാം ഇന്നത്തെ വീഡിയോ എന്ന്. യൂട്യൂബിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നില്ലെങ്കിൽ നമ്മുടെ റീച്ച് മൊത്തം പോവും. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീഡിയോസിന് വളരെ റീച്ച് കുറവാണ്. ഞാൻ പല സമയത്തൊക്കെയാണ് വീഡിയോസ് ഇടുന്നത് തന്നെ ഷമ്മുവിൻ്റെ നിർബന്ധത്തിൻ്റെ പുറത്താണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം ഷമ്മു ആരാന്നുള്ളതൊക്കെ. അപ്പോൾ ആൾ നിർബന്ധിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോസ് ഇട്ട് പോകുന്നത് തന്നെ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വീഡിയോസ് ഇടാതിരിക്കും. വീഡിയോസ് ചെയ്യുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇൻട്രസ്റ്റ്. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറും. അപ്പോൾ അതുകൊണ്ട് സാധാരണ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് വേണ്ടോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഓരോ വീഡിയോസും ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്കത് ഒരു മോഡലൊന്നും കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഉഷാറായിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു ഓർഡർ കിട്ടിയപ്പോൾ എന്നാൽ അത് എന്തായാലും ചെയ്യണം. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. വാക്ക് ഷീറ്റിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതത്ര വലിയ വെറൈറ്റി ഒന്നും അല്ല കേട്ടോ. ഞാൻ അവരിപ്പോൾ ഒരു മോഡൽ കാണിച്ച് തന്നിട്ട് ആ രീതിയിൽ ചെയ്യാൻ പറഞ്ഞത് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. അല്ലാതെ ഇത് എൻ്റെ ഐഡിയ ഒന്നും അല്ല കേട്ടോ. ഒരു കളർ മാത്രം ചേഞ്ച് ആക്കി കൊടുത്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഹെൽത്ത് ഇഷ്യൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാതിരിക്കരുത് കേട്ടോ. എനിക്ക് വൈറ്റമിൻ ഡി വളരെ കുറഞ്ഞു പോയി. നമുക്ക് ക്ഷീണവും തളർച്ചയും അതുപോലെ ജോയിൻറ്റ് പെയിനുകളും ഒക്കെ വരും. നമ്മൾ ശ്രദ്ധിക്കില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരുമാതിരി എന്താ പറയുക, ദേഷ്യം വരിക, നമ്മുടെ മാനസികാവസ്ഥ തന്നെ മാറിപ്പോവുക, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ വന്നാലും നമ്മളതൊന്നും കെയർ ചെയ്യില്ല. പക്ഷെ നിങ്ങളത് ശ്രദ്ധിക്കണം. ഞാനും ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ തന്നെ കടന്നു പോയ സമയമായിരുന്നു കേട്ടോ. ഒരു മാസം ഭയങ്കര അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളായിരുന്നു. ലാസ്റ്റ് ഓരോ ബ്ലഡ് ചെക്കുകൾ ചെയ്ത് കഴിഞ്ഞ് വന്ന് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തപ്പോഴാണ് വളരെ ലോ ആയി പോയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇഷ്യൂസ് ആയിരുന്നു ഇതെന്ന് നമ്മൾ വൈകി അറിയാനായിട്ട്. ഇപ്പോൾ ടാബ്ലറ്റ് എടുത്ത് തുടങ്ങിയെന്നുണ്ടെങ്കിലും ടാബ്ലറ്റ് കൊണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ കയറില്ല, വല്ലാണ്ട് കുറഞ്ഞു പോയത്. അപ്പോൾ നിങ്ങൾ ഫുഡിൽ നിന്നും അതുപോലെ വെയിലൊക്കെ കൊള്ളുക എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മഴ സമയത്ത് വെയിൽ കൊള്ളുക എന്ന് പറയുന്നതും നമുക്ക് അത്ര പ്രാക്ടിക്കലല്ല. എങ്കിലും കിട്ടുന്ന വെയിലൊക്കെ കൊള്ളുന്നുണ്ട്. പക്ഷേ എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അത്രയും ക്ഷീണമായിരുന്നു. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പലരും ശ്രദ്ധിക്കില്ല. ഈ വൈറ്റമിൻ ഡി ഒന്നും ആരും ചെക്ക് ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു 30 വയസ്സ് കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം. പല ബുദ്ധിമുട്ടുകൾ വരും കേട്ടോ. ഈ ഒരു വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് തന്നെയല്ല, മെൻ്റൽ ഹെൽത്ത് തന്നെ വളരെയധികം ചേഞ്ച് ആവും. അതുപോലെ അതിൻ്റെ ഇടയിൽ പ്രഷർ ഷുഗർ ഒക്കെ ഡൗൺ ആയിപ്പോയി. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എല്ലാവരും ഒന്ന് ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. അത് നമുക്ക് പിന്നീട് ഭയങ്കര ദോഷങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ക്ഷീണത്തിൻ്റെ ഇടയിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളും ഞാനൊന്ന് ഈ പറഞ്ഞ പോലെ ജൂൺ മാസത്തെ ക്ലാസ്സുകളെ കുറിച്ചൊന്നും ഷോർട്സിലൊന്നും അധികം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും കുറച്ച് പേരൊക്കെ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വാട്സപ്പ് മെസ്സേജ് ഇട്ടോളൂ. ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഇനിയിപ്പോൾ ജൂലൈ ബാച്ചാണ് അടുത്തത് വരുന്നത്. അപ്പോൾ ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എടുത്തോളൂ കേട്ടോ. ജൂൺ ബാച്ചിലെ അഡ്മിഷൻ ഇപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ അടുത്തത് ജൂലൈ ബാച്ചാണ്. അപ്പോൾ അതിലേക്ക് അഡ്മിഷൻ എടുത്തോളൂ. നമ്മൾ എല്ലാ ജ്വല്ലറീസും പഠിപ്പിക്കുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യാതിരിക്കുക. പരമാവധി നിങ്ങൾ മെസ്സേജ് ചെയ്യുക കേട്ടോ. പലരും കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഇടയിൽ കോൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് വരും. പരമാവധി കോൾ ഞാൻ എടുക്കുന്നുണ്ടെങ്കിലും അതൊരു നമുക്ക് ബുദ്ധിമുട്ടായി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ഇടാം കേട്ടോ. ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം. ഇനി ഫ്രീ ക്ലാസ് വേണം എന്നുള്ളവർക്ക് നമ്മൾ ചാനലിൽ ഫ്രീ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മെറ്റീരിയൽ ഇൻട്രൊഡക്ഷൻ മുതൽ എല്ലാ ജ്വല്ലറീസും പഠിപ്പിക്കുന്ന രീതിയിലാണ് ഫ്രീ ക്ലാസ് കൊടുത്തിരിക്കുന്നത്. അതിൽ പ്ലേലിസ്റ്റായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ചാനലിൽ കയറി പ്ലേലിസ്റ്റ് എടുത്ത് ജ്വല്ലറി മേക്കിംഗ് ക്ലാസ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ. അതിൽ ഫുള്ള് നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നോക്കി നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ തന്നെ നമ്മൾ ചാനലിൽ ഒരുപാട് മേക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ജ്വല്ലറി മാത്രമല്ല ഹെയർ ആക്സസറീസും ഇപ്പോൾ ട്രെൻഡിൽ പോകുന്ന ജാസ്മിൻ ഫ്ലവറിൻ്റെ ഒക്കെ മേക്കിംഗ് വീഡിയോസും ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോസ് കണ്ട് പഠിക്കേണ്ടവർക്ക് അങ്ങനെയും പഠിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഈ ഒരു കമ്മൽ നിങ്ങൾക്ക് കണ്ട് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഐഡിയയിൽ ഇതുപോലത്തെ മോഡലുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എളുപ്പമാണ് ചെയ്തെടുക്കാൻ. ഇതുപോലത്തെ കുറച്ച് മെറ്റീരിയൽസൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ല ഹെവി ലുക്കിലുള്ള കമ്മലുകൾ നിങ്ങൾക്ക് ഈ ഫംഗ്ഷന് കല്യാണത്തിനൊക്കെ ഡ്രസ്സിന് മാച്ച് ചെയ്ത്
എടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കുന്നവർക്ക് അറിയാം, നമ്മൾ ഷോപ്പിൽ നിന്ന് ഇതുപോലെ ഒരെണ്ണമൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കണം. നമ്മൾ ഇതുപോലത്തെ പാക്കറ്റിലൊക്കെ നമുക്ക് 20 രൂപ 30 രൂപയ്ക്ക് പാക്കറ്റായിട്ട് ഈ കുന്തൻ സ്റ്റോണൊക്കെ കിട്ടും. ഒരു ഗ്ലൂവും അതുപോലെ വാക്സ് ഷീറ്റൊക്കെ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2-3 ജോഡി കമ്മൽ എന്തായാലും ആ ഒരു പാക്കറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇല്ലെങ്കിലും നിങ്ങൾ വലിയ ഹെവി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര അധികം റേറ്റ് വരുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കും, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതേ നമ്മളിതൊക്കെ ഒട്ടിച്ചു. ഇനി ഇതാ കട്ട് ചെയ്തെടുത്ത് സൈഡൊക്കെ ഉരുക്കി കൊടുക്കാണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ സൈഡൊക്കെ ശ്രദ്ധിച്ചുരുക്കിയെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ കിട്ടും. ഇതിൻ്റെ ബാക്കിൽ സ്റ്റഡ് ബേസും കൂടി ഒട്ടിച്ചാൽ നമ്മുടെ കമ്മൽ ഇവിടെ റെഡിയായി. ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മെറ്റീരിയൽസ് ഒക്കെ ഉള്ളവർ നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് എടുക്കുക, അതുപോലെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട്